കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെയും ഭരണം പിടിച്ചേ പറ്റൂ എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പൊതുയുഗയാത്രയുടെ സമാപനത്തിൽ 5 പരിപാടികൾ പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 5 പരിപാടികൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യമാക്കും എന്നുള്ളത് കോൺഗ്രസ് പറഞ്ഞിരുന്നു. അത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതോടുകൂടി KSRTC അടച്ചുപൂട്ടും. പിന്നെ കയറാൻ KSRTC ബസ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വസ്തുതയായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഇത് എങ്ങനെയാണ് നടപ്പാക്കാൻ കഴിയുക, എത്ര ദൂരത്തേക്കാണ് സൗജന്യമായിട്ട് യാത്ര കൊടുക്കാൻ കഴിയുക എന്നുള്ളതൊന്നും ഇപ്പോഴും പ്രകടന പത്രികയിൽ പോലും ഒരു ക്ലാരിറ്റി ഇല്ല. അതായത് KSRTC ഇവിടുന്ന് ബാംഗ്ലൂർക്കൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ 50 സ്ത്രീകൾ കൂടി കയറി ഇരുന്നിട്ട് എന്താണ് ഒന്ന് ബാംഗ്ലൂരുമായിട്ട് തിരിച്ചു വന്നേക്കാമെന്ന് പറഞ്ഞാൽ അവർക്കാർക്കും കാശ് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല. കാരണം ഇതൊക്കെ വെറുതെ വായി തോന്നിയത് അങ്ങോട്ട് എഴുതി വെക്കുന്നു എന്നുള്ളൊരു ലെവലിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും ഗുരുതരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഈ പ്രകടന പത്രികയിൽ കൂടി ആവർത്തിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് വീണ്ടും വീഡിയോ എടുക്കുന്നത്. അത് കേരളത്തിലെ ഏതാണ്ട് 75 അല്ല, കേരളത്തിൽ 85 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളുണ്ട്. ആ 85 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിൽ ഓരോരുത്തർക്കും, അതായത് ആ കുടുംബങ്ങൾക്ക് വേണ്ടി മൊത്തമല്ല, ഓരോരുത്തർക്കും തന്നെ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം, ഒരു വീട്ടിലുള്ള 60 വയസ്സുള്ളവർക്കും 65 വയസ്സുള്ളവർക്കും അടക്കം ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് ഒരൊറ്റത്തവണ വാർഷിക പ്രീമിയം തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു 40,000 50,000 രൂപയ്ക്ക് വരും. ഇനിയിപ്പോൾ ഗവൺമെൻറ് അത്രയും വലിയൊരു പദ്ധതിയായി നടപ്പിലാക്കുമ്പോൾ നെഗോഷിയേറ്റ് ചെയ്താൽ പോലും ഒരു 25,000 30,000 രൂപ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ 30,000 രൂപ വന്നാൽ തന്നെ ഇതിന് ഏറ്റവും കുറഞ്ഞതുള്ള 20,000 30,000 കോടി രൂപയുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് വേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം, 2 ലക്ഷം കോടി രൂപയിൽ താഴെ ഏതാണ്ട് 1.5 ലക്ഷം 1.25 ലക്ഷത്തോളമാണ് കേരളത്തിൻ്റെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു 12-13,000 കോടി രൂപയാണ് മെഡിക്കൽ രംഗത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റിവെക്കുന്ന ആ പണത്തേക്കാൾ ഏതാണ്ട് ഒരു 15,000 അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയോളമെങ്കിലും എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ അതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളത് നമുക്കറിയില്ല. എത്രത്തോളം നെഗോഷിയേറ്റ് ചെയ്ത് കിട്ടുമെന്ന് നമുക്കറിയില്ല. ഞാനൊരു റഫ് ഫിഗർ പറഞ്ഞതാണ്. എന്ത് സംഭവിച്ചാലും അതിനേക്കാൾ കൂടാനേ സാധ്യതകളുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു 30,000 കോടി അല്ലെങ്കിൽ 40,000 കോടി രൂപയുടെ ഒരു പദ്ധതി നടപ്പിലാക്കാം എന്ന് ഉറപ്പ് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത് എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതാരും പറയാത്തൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയുള്ള ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ, ഇപ്പോൾ അമേരിക്കയിലോ മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ മിക്കവാറും രാജ്യങ്ങളിൽ നമ്മളൊരു ഇൻഷുറൻസ് എടുത്തേ തീരും. ആ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റോട്ടിൽ കിടന്ന് മരിക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ചികിത്സാ ചെലവുകൾ നമുക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു സിസ്റ്റം കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഹോസ്പിറ്റലുകൾക്ക് അതൊരു വലിയ ചാകരയായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ഇപ്പം നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകൾ ഇപ്പം അദ്ദേഹത്തിന് മാർച്ച് 26-ാം തീയതി അല്ലെങ്കിൽ ഏപ്രിൽ 25-ാം തീയതി തീരുകയാണെന്നിരിക്കട്ടെ. ഏപ്രിൽ 25-ാം തീയതി തീരുമ്പോൾ നമ്മളൊരു ഡോക്ടറെ ചെന്ന് കൺസൾട്ട് ചെയ്യുന്നു. ആ ഡോക്ടർ ഒരു ഓപ്പറേഷൻ നടത്തണമെന്ന് പറയുന്നു. ആ ഓപ്പറേഷൻ നടത്തേണ്ടത് ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ ആണ് എന്നിരിക്കട്ടെ. പക്ഷേ നമ്മുടെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഏപ്രിൽ 25-ാം തീയതി തീരുമെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പം ഇൻഷുറൻസ് കമ്പനികൾ വന്ന് ഡോക്ടേഴ്സിന് കൈക്കൂലി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. കൈക്കൂലി കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് ഇപ്പം കുഴപ്പമില്ല, ഇതൊരു 2 മാസം കഴിഞ്ഞ് നടത്തിയാൽ മതി, പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആ ഓപ്പറേഷൻ നീട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പണം കൊടുക്കുന്നത്. അങ്ങനെ നീട്ടിവെച്ചാൽ എന്താണ് ഗുണം? ഏപ്രിൽ 25-ന് ശേഷം ഒന്നുകിൽ ഇയാളുടെ ഇൻഷുറൻസ് അവർക്ക് പുതുക്കി കൊടുക്കാതിരിക്കാം. ഇനി പുതുക്കി കൊടുക്കണമെങ്കിൽ തന്നെ വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്രീമിയം അദ്ദേഹത്തെ കൊണ്ട് അടപ്പിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള 2 സാധ്യതകൾ, അല്ലെങ്കിൽ അത് പുതുക്കി കൊടുക്കാതിരുന്നാൽ തന്നെ അവർക്ക് വലിയ ലാഭമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നാച്ചുറലി ഈ പറയുന്ന പോലെ ഡോക്ടേഴ്സിന് ഇവർ കൈക്കൂലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന വലിയ അഴിമതി പണം കിട്ടുന്ന ഒരു രംഗമാണ് ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ചികിത്സ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ കേരളത്തിലെ 80-85 ലക്ഷത്തോളം വരുന്ന എല്ലാ കുടുംബങ്ങളെയും തന്നെ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തിയാൽ പിന്നെ എന്താണ് സംഭവിക്കുക? പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും ജനത്തിന് ഈ പറയുന്ന പോലെ മെഡിക്കൽ കോളേജുകളെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രികളോ ജില്ലാ ആശുപത്രികളെയോ സമീപിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് വലിയ തോതിൽ ഇൻഷുറൻസ് കിട്ടുമെങ്കിൽ, അവർക്ക് കുറച്ചുകൂടി നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമെങ്കിൽ, അവർക്ക് കുറച്ചുകൂടി നല്ല റൂമും കുറച്ചുകൂടി ഫെസിലിറ്റീസും കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലായിരിക്കും പോവുക. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോയാൽ തീർച്ചയായിട്ടും പിന്നെ
ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ഈ പറയുന്ന ജനറൽ ഹോസ്പിറ്റലുകളിലും അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലൊന്നും ഫണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫണ്ട് ചെയ്യാനുള്ള പണവും ഉണ്ടാവില്ല. കാരണം എന്താ, ഈ 13,000 കോടി രൂപ ഇപ്പോൾ യഥാർത്ഥത്തിൽ മെഡിക്കൽ രംഗത്തേക്ക് ചെലവാക്കുന്ന പണത്തിൻ്റെ 2 ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ പണം എടുത്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയാൽ പിന്നെ ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്ന പോലെ ജില്ലാ, താലൂക്ക് അല്ലെങ്കിൽ സാധാരണ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളടക്കമുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളടക്കമുള്ള കാര്യങ്ങളെ ഒന്നും തന്നെ കൃത്യമായി പരിപോഷിപ്പിക്കാനോ അവയെ താങ്ങി നിർത്താനോ ഉള്ള ഈ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള എഫേർട്ടും നമ്മുടെ ഗവൺമെൻറ് കാലത്ത് ഉണ്ടാവില്ല. അതുണ്ടാകാതിരിക്കാനുള്ള സാധ്യത കൂടി ഈ വാഗ്ദാനത്തിലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വന്നാൽ കേരളത്തിലെ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ ലക്ഷറി 5 സ്റ്റാർ ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ആരോഗ്യരംഗത്തെ വലിയ വലിയ ഹോസ്പിറ്റലുകൾക്കുമൊക്കെ തന്നെ ഒരു ചാകരയാണ് വരാനിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇൻഷുറൻസ് കമ്പനികളുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങിക്കൊണ്ട് നമ്മുടെ ആളുകൾക്ക് ചികിത്സ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഒരു ബാധ്യത മാത്രമേ അവർക്കുള്ളൂ. അപ്പം ജനത്തിനും വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം ഇൻഷുറൻസുകാരാണ് കാശ് കൊടുക്കുന്നതെങ്കിൽ ഇനി 5 ലക്ഷം രൂപയുടെ ഒരു കാര്യത്തിന് 15 ലക്ഷം രൂപ കൊടുത്താൽ പോലും പ്രശ്നമുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ ഇത് ആകെ തന്നെ ഒരു സംശയാസ്പദമായിട്ടുള്ള പദ്ധതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിൻ്റെ 2ാം ഘട്ടം എന്താണ് എന്നുള്ളത് കൂടി ചോദിച്ചാൽ, ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്നത് അടക്കമുള്ള നിരവധി കമ്പനികൾ, ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ആ കമ്പനികൾ നിങ്ങൾ അറിയേണ്ടത് ഏതാണ്ട് 6,000 കോടി രൂപയിലധികം കേരളത്തിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില ഹോസ്പിറ്റൽ ശൃംഖലകൾ ആകെ തന്നെ അവർ വാങ്ങിച്ചിട്ടുണ്ട്. ആ വാങ്ങിച്ചിരിക്കുന്ന വലിയ ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ഭീമന്മാരൊക്കെ തന്നെ ഒരു കാരണവശാലും നിങ്ങൾ അറിയേണ്ടത് അവരൊന്നും മെഡിക്കൽ രംഗത്ത് ഉള്ളവർ പോലുമല്ല. പകരം അവരൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള നിലക്കും ഇവിടെ നിന്ന് വലിയ ലാഭമുണ്ടാകും എന്നുള്ള നിലക്കും യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ഏരിയയായി കണ്ടുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നുള്ള ഫണ്ടുകൾ പോലും ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കാൻ തോന്നുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും ഒരു സംശയവും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ കൊച്ചു കേരളത്തിലേക്ക് എന്തിനാണ് ഈ ആളുകളൊക്കെ വരുന്നത് എന്നുള്ളത് വിചാരിക്കും. വളരെ കൃത്യമായി നിങ്ങൾ ചില കാര്യങ്ങൾ അറിയണം. നമ്മുടെ ഇവിടെയാണ് ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റുകൾ ഒരുപാട് കൂടുതലുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ ഗ്രോസറി സാധനങ്ങളും ഐറ്റംസും ഒക്കെ മേടിക്കാൻ 2,300 രൂപയാണ് ചിലവഴിക്കുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലാണ് സെക്കൻഡ്. അവിടെ 2,100 1,900 രൂപയൊക്കെ ഉള്ളൂ. അതിനേക്കാൾ കുറവാണ് മറ്റ് സ്റ്റേറ്റുകളിൽ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ലോകത്തെവിടെയും തന്നെ ഇത്തരത്തിൽ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി ചികിത്സകൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നതിൻ്റെ കാര്യത്തിൽ കൃത്യമായി ലഭ്യമായിട്ടുള്ള ഡാറ്റകൾ പ്രകാരം കേരളത്തിലാണ് ആ പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഈ പറയുന്ന മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്ന അത്യന്തം ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ആണെന്നും ആ ലാഭകരമായിട്ടുള്ള ബിസിനസ്സിൽ നിന്ന് ഈ 6,000 10,000 20,000 കോടി രൂപയൊക്കെ മുടക്കിയാൽ അത് ഒറ്റടിക്ക് ലാഭം കുറിക്കാൻ കഴിയുന്ന ഒരു ഏരിയ ആണെന്നും അങ്ങനെ ആ ഏരിയയിൽ വലിയ തോതിൽ ലാഭമുണ്ടാക്കണമെങ്കിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കിയാൽ മതിയെന്നും, നടപ്പാക്കിയാൽ അത് ഇൻഷുറൻസ് കമ്പനികളെ എല്ലാവർക്കും തന്നെ ഇൻഷുറൻസ് ഉണ്ടാവുകയും എല്ലാവരും തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ സമാന്തരമായി വളർത്തിക്കൊണ്ടുവരുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകൾ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ ജില്ലാ ഹോസ്പിറ്റലുകളും താലൂക്ക് ഹോസ്പിറ്റലുകളും വരെ വലിയ തോതിൽ നമ്മളിപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ തന്നെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും നമുക്കിപ്പോൾ ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ പലപ്പോഴും നമുക്ക് മരുന്നുകൾ കിട്ടാനുള്ള സൗകര്യമുണ്ട്. ജില്ലാ ഹോസ്പിറ്റലുകളിൽ നമ്മളിപ്പോൾ ശസ്ത്രക്രിയകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. വലിയ ജില്ലാ ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ തന്നെ വലിയ ഈ പറഞ്ഞ പോലെ അവയവമാറ്റ ശസ്ത്രക്രിയകൾ പോലും നടത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് വീണ്ടും അതുപോലെ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഇതുപോലെയുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം വലിയ നഷ്ടമായിരിക്കും ഭാവിയിൽ വരാനിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയുള്ള ഒരു നീക്കം കൂടി, വളരെ അപകടകരമായ ഒരു നീക്കം കൂടി ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ്. അങ്ങനെ സംശയിക്കുമ്പോൾ അങ്ങനെ വന്നാൽ ഒരു 5 കൊല്ലം കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഗവൺമെൻറ് പണിതുയർത്തിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ തകരാറിലാവുകയും അതിലേക്ക് ആളുകളില്ലാതാവുകയും അതെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ നിലം പതിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുകയും
പരിപൂർണമായും നമ്മൾ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയും ഒക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പെട്ടെന്ന് ജനത്തിനൊരു കുഴപ്പവും തോന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ ആ ഇൻഷുറൻസ് എന്ത് ചെയ്യാം, ഗവൺമെൻറ് അടക്കുന്നു. ഗവൺമെൻറ് അടച്ചാൽ നമുക്ക് വലിയ ചികിത്സ കിട്ടുമെന്ന് തോന്നും. പക്ഷേ പതുക്കെ ഗവൺമെൻറ് ഈ ഇൻഷുറൻസ് എടുക്കുന്നതിൽ കൂടി പിന്മാറുമ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ നമ്മളുടെ കയ്യിൽ നിന്ന് വലിയ പ്രീമിയം അടച്ചുകൊണ്ട് ഇൻഷുറൻസ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൂടി എത്തിച്ചേരും. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട സ്കൂളുകൾ നന്നാക്കുന്ന പണം, അല്ലെങ്കിൽ നമ്മളുടെ റോഡുകൾ നന്നാക്കേണ്ട പണം, ഇത്തരത്തിലുള്ള പണമെല്ലാം തന്നെ നമ്മുടെ ഇൻഷുറൻസ് അടക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് മാത്രം വേണ്ടി കൊടുക്കേണ്ടി വരികയും ഏറ്റവും ഒടുക്കം വലിയ നഷ്ടത്തിലേക്ക് നമ്മുടെ ജനത തന്നെ എത്തിച്ചേരുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ഇത്തരം തീരുമാനങ്ങളുടെയും ഇത്തരം പ്രപ്പോസലുകളുടെയും പിന്നിൽ ഇതാണോ കാര്യമെന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വരുന്ന ആളുകളിൽ കുറച്ചുകൂടി വിശദാംശങ്ങളുമായിട്ട് വരാം.